എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നതിൻ്റെ 25ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സുഗ്രീവൻ്റെ മഹത്തായ ദർശനങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ സുഗ്രീവൻ എന്ന കഥാപാത്രത്തിൻ്റെ വളരെ താന്ത്രികപരമായതും വേദസാരപരമായതും അതുപോലെ രാമായണ അന്തർഗതമായി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രത്തിൻ്റെ മികവിനെയും കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അതിലേറെ വിശേഷപ്പെട്ട അടുത്ത ഒരു തത്വമാണ് രാമായണത്തിൽ വാൽമീകി മഹർഷി അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ വളരെ ശക്തമായ ഒരു സിദ്ധാന്തം തന്നെയാണത്. അത് മറ്റാരുമല്ല, താര. കഥാപാത്രത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ അത്ര വലിയ പ്രാമുഖ്യമൊന്നും താരയ്ക്ക് നമ്മൾ രാമായണത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും രാമൻ്റെ ആ പ്രയാണത്തിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കഥാപശ്ചാത്തലത്തിൽ കാണുന്ന ഒരു കഥാപാത്രമല്ലാതെ അതിൻ്റെ നിഗൂഢതയിലോ അല്ലെങ്കിൽ ആഴമേറിയ വശങ്ങളിലോ ഒന്നും നമ്മൾ കയറി ഇറങ്ങിയിട്ടേയില്ല. താര യഥാർത്ഥത്തിൽ ഒരു തിളക്കമുള്ള അന്വേഷണമാണ്. താര എന്നുള്ളത് തന്നെ താരകം അല്ലേ, നമ്മൾ പറയാറില്ലേ, നക്ഷത്രം, താരകം. നക്ഷത്രത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ തിളക്കമുള്ള ഒരു അന്വേഷണം തന്നെയാണ് താര. അത് ഭാഷാപരവും ആലങ്കാരികവും അതുപോലെ സൂക്ഷ്മവുമായ മാനങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാളികളിലുള്ള അർത്ഥങ്ങളാൽ തിളങ്ങുന്ന ഒരു പദം തന്നെയാണ്. ആ പദം ശരിക്കും അന്വർത്ഥമാണ്. ഇത്രയും മാനങ്ങളാൽ അന്വർത്ഥമാണത്. രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സംസ്കൃത പദശാസ്ത്രം അല്ലെങ്കിൽ നിഘണ്ടുശാസ്ത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആത്മീയമായ പ്രതീകാത്മകതയുടെയും അതുപോലെ ഒരുപാട് മാനങ്ങളിലേക്കുള്ള താര ഒരു കഥാപാത്രത്തെക്കാൾ വളരെ കൂടുതലായി പല മാനങ്ങളിലേക്ക് അതിൻ്റെ പ്രഭാവം മാറി മാറി വരുന്നത് നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും. അതൊരു പ്രാപഞ്ചികമായ തത്വം തന്നെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഒരു താന്ത്രികമായ മാതൃകയാണ്, ഒരു താന്ത്രികമായ സ്വരൂപമാണ്. ഒരു ഭാഷയുടെ പ്രിസത്തിൽ വെച്ചാൽ
അല്ലെങ്കിൽ ആ താന്ത്രികമായ മാനത്തിനെ, മാതൃകയെ ഒരു ഭാഷാപ്രിസത്തിലൂടെ നമ്മളിലേക്ക് അവതരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ മികവോടുകൂടി ആ പദം ഉപയോഗിച്ച് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ആ മികവോടുകൂടെ നമ്മളിലേക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു പ്രാപഞ്ചികമായ തത്വത്തെ, ഒരു താന്ത്രികമായ മാതൃകയെ, അതിന് അനുയോജ്യമായ ആ പദത്തെ എടുത്തുകൊണ്ട് അതിന് അനുരൂപകമായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് നമ്മളിലേക്ക് ഈ തത്വത്തെ എത്തിപ്പിക്കുക. എന്തൊരു എഫേർട്ടാണ് യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷി എടുത്തത് എന്ന് പറഞ്ഞാൽ നമിച്ചു പോകും. നമ്മൾ ഇതൊന്നും കാണാതെയാണ് രാമായണത്തെ വെറും ഒരു ഇതിഹാസം എന്ന് മാത്രമായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിഴിവ് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ഈ പല മാനങ്ങളിലൂടെ, താരയുടെ പല മാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ താര എന്ന ആ കഥാപാത്രത്തിൻ്റെ മിഴിവ് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ മഹർഷിയുടെ ആ രചനാപാടവം നമുക്ക് മനസ്സിലാവും. സംസ്കൃതത്തിൻ്റെ നിഘണ്ടുശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ വാക്കുകളുടെ അല്ലെങ്കിൽ പദശാസ്ത്ര പ്രകാരമൊക്കെ താരയെ നമ്മൾ വിഭജിച്ച് നോക്കിയാൽ താര എന്ന വാക്ക് യഥാർത്ഥത്തിൽ കടന്നു പോകാൻ അല്ലെങ്കിൽ മോചനം നൽകാൻ എന്ന അർത്ഥമുള്ള തൃ എന്ന ധാതുവിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൂലപദം പല ആത്മീയമായ സന്ദർഭങ്ങളിലും അടിസ്ഥാനപരമായി വർത്തിക്കുന്നതുമാണ് താനും. തൃ എന്ന് പറഞ്ഞാൽ കടക്കാൻ, അല്ലെങ്കിൽ രക്ഷിക്കാൻ, അല്ലെങ്കിൽ വിടുവിക്കാൻ, മോചനം, രക്ഷിക്കാൻ, കടന്നു പോകാൻ അനുവദിക്കുന്ന. താരിണി, താര എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ പറയാറില്ല തരണം ചെയ്യുക, അവിടെയൊക്കെ ഈ പറയുന്ന ധാതു വരുന്നുണ്ട്. താരണം, സംസാരസാഗരം താണ്ടുവാൻ താര. അങ്ങനെ താര യഥാർത്ഥത്തിൽ കടക്കുവാൻ സഹായിക്കുന്നവൾ, രക്ഷകയായവൾ, നക്ഷത്രം, പ്രകാശം എന്നിങ്ങനെയൊക്കെ പദശാസ്ത്രം നോക്കിയാൽ കാണാം. ഇതൊക്കെ ആ കഥാപാത്രത്തിനെ താന്ത്രിക രൂപത്തിൽ പോയി ദർശിച്ചാൽ സാധിക്കും. നമ്മൾ ബാലിയുടെ ഭാര്യ കഥാപാത്രത്തെ മനസ്സിൽ വെച്ചാൽ ചിലപ്പോൾ ഇത്രയും വിപുലമായ ഒരു വീക്ഷണം നമ്മൾക്ക് കിട്ടണമെന്നില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ ഒരു മാനത്തിൽ നിന്നും താര ഒരു സമഗ്രമായ മറ്റ് പല മാനങ്ങളിലേക്കും പകരുന്ന ഒരു വലിയ പ്രപഞ്ച തത്വമാണ്, താന്ത്രികമായ ഒരു മാതൃകയാണ്. സംസ്കൃത പദം ഇപ്പോൾ താര എന്ന് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പദാർത്ഥം വെച്ച് നോക്കിയാൽ നക്ഷത്രം അല്ലെങ്കിൽ പ്രകാശം. ആത്മീയമായ അതിൻ്റെ ആ പദങ്ങളിലുള്ള സൂചന എന്താണ്? വഴി കാട്ടുന്ന വെളിച്ചം, പ്രാപഞ്ചികമായ ബുദ്ധിശക്തി, ദ കോസ്മിക് ഇൻ്റലിജൻസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ താരയതി, താരയുമായി അനുബന്ധം ചേർന്നിരിക്കുന്ന വാക്കുകൾ. താരയതി രക്ഷക, വിമോചക, രക്ഷക സ്വരൂപത്തിൻ്റെ ആദിമ മാതൃക, ആദ്യ സ്വരൂപം, രക്ഷാകർതൃത്വത്തിൻ്റെ ആദ്യ സ്വരൂപം താരക, താരയതി. ഇനി താരക എന്ന് പറഞ്ഞാലോ വിടുവിക്കുന്നവൾ, മോചനം നൽകുന്നവൾ. നോക്കൂ, താരക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു പദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കൂ. നമ്മൾ കാശിയിൽ അല്ലെ, ഹിന്ദു ധർമ്മത്തിൻ്റെ വിശ്വാസപ്രകാരം നമ്മുടെ ജീവിത രീതിയിൽ മോക്ഷപ്രാപ്തിക്കുള്ള അനുയോജ്യമായ സ്ഥലം നമ്മൾ കാശി വിശ്വനാഥൻ്റെ സമക്ഷമാണെന്ന് പറയും അല്ലേ. അവിടെ ചെന്ന് മരിക്കാൻ കഴിഞ്ഞാൽ മോക്ഷം. അവിടെയും ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആ കാശിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വാക്യമാണ് താരക, താരക മന്ത്രം. ആ സമയം നമ്മുടെ മൃതദേഹത്തിൻ്റെ അവസാന അന്ത്യോപചാര ചടങ്ങുകളിൽ സാക്ഷാൽ ഭഗവാൻ നമ്മുടെ ചെവിയിൽ താരക മന്ത്രം ഓതിത്തരും എന്നാണ് പറയുക. താരകം, വിടുവിക്കുന്ന, മോചനം നൽകുന്ന. പലപ്പോഴും ഈ പറയുന്ന കാശി വിശ്വനാഥ് ശിവനുമായാണ് ഈ മന്ത്രം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആചാരപരമായ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന താരകയെ നമ്മൾക്ക് കാണാം, താരയെ കാണാം. രാമായണത്തിൽ കഥാസന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ താന്ത്രികമായ ആചാരക്രമങ്ങളിൽ ഒക്കെ താരകയെ നമ്മൾക്ക് പല പല മാനങ്ങളിൽ, പല ഡയമെൻഷൻസിൽ, മൾട്ടി ഡയമെൻഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കഥാപാത്രമാണ്. അങ്ങനെ താര വെറും ഒരു നാമം മാത്രമല്ല, മറിച്ച് അത് ചലനത്തിലേക്കുള്ള ഒരു ക്രിയാ പദ്ധതിയാണ്, വിമോചന തത്വമാണ്, സംസാര സമുദ്രത്തിന് കുറുകെ നയിക്കുന്ന ഒരു ശക്തി ചൈതന്യമാണ് താര. യഥാർത്ഥത്തിൽ ആദ്യമായി താരയുടെ മാനം നമ്മൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ, എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന അതിൻ്റെ പരമായ അല്ലെങ്കിൽ ആ പദവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴുള്ള മാനങ്ങൾ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ അതർ ഡെഫിനിഷൻസ് വിച്ച് ഇസ് പെർട്ടൈനിങ് ടു ഓർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് രാമായണ.
അതെന്താ? രാമായണത്തിലെ യഥാർത്ഥത്തിൽ താര വാനര രാജാവായ ബാലിയുടെ ഭാര്യയാണ്. എന്നാൽ അവളുടെ പങ്ക് ഈ പറയുന്ന ആ ഒരു ആഖ്യാനത്തെയും മറികടക്കുന്നതാണ്. അവൾ ജ്ഞാനം, നയതന്ത്രം, ചന്ദ്രബുദ്ധി, സ്ത്രീദൃഷ്ടി ശക്തി എന്നിവയുടെ ഒരു പ്രതീകമായിട്ടാണ് രാമായണത്തിൽ കാണുന്നത്. ചന്ദ്രബുദ്ധി അല്ലെങ്കിൽ ചാന്ദ്രബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? യഥാർത്ഥത്തിൽ അവളുടെ പേരിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നക്ഷത്രം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. താന്ത്രിക പ്രതീകാത്മകതയിൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രൻ ഈ പറയുന്ന നക്ഷത്രഗണത്തിൽ പെടുന്നതാണ്. അത് ചന്ദ്രൻ്റെ കലകൾ എന്നുള്ളത് ഇപ്പം ശ്രീകുലത്തിലെ സംവിധാനമാണെങ്കിൽ, ശ്രീവിദ്യ പാരമ്പര്യത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ശ്രീവിദ്യാ സാധനയിൽ തിഥിനിത്യ ദേവതകളെ ആരാധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ചന്ദ്രൻ്റെ 15 കലകളെ ആരാധിക്കുന്ന 16ാമത് അവൾ ഷോഡശിയായി, അതായത് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയായി ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിലൊക്കെ വളരെ വലിയ വലിയ താന്ത്രിക മാനങ്ങൾ ഉള്ളതാണ്. നമ്മൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മിയർ ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുമെങ്കിലും, യഥാർത്ഥത്തിൽ ആ വാക്കിനെ നമ്മൾ പര്യവേക്ഷണം ചെയ്താലേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ മാനം, ഇത് ഡയമെൻഷൻ, അളവ്, ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ. താരയുടെ സംസാരം എന്നുള്ളത് അളക്കപ്പെട്ടതും അവബോധജന്യവുമായ വൈകാരികമായും ബുദ്ധിപരവുമായതാണ് താര യഥാർത്ഥത്തിൽ. താര എന്നുള്ളത് അതിൻ്റെ ഗുണങ്ങളാണ് ഞാനീ പറയുന്നത്. അവബോധജന്യമാണ്, കോൺഷ്യസ് ആയി റിലേറ്റഡ് ആണ്, വൈകാരികമാണ്, ഇമോഷണൽ ആയിട്ട് റിലേറ്റഡ് ആണ്, എന്നാൽ ബുദ്ധിപരവുമാണ്, ഇൻ്റലിജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ താര എന്ന ആ ചൈതന്യം. ചന്ദ്രൻ്റെ പ്രതിഫലന സ്വഭാവവുമായി യോജിക്കുന്നതാണ് ആ സ്വഭാവങ്ങൾ. റിഫ്ലക്ഷനാണ്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധം, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതിൻ്റെ ആദ്യത്തെ റിഫ്ലക്ഷനാണ് നമ്മുടെ വാക്ക്. ബോധത്തിൻ്റെ പ്രകടനമാണ് വാക്ക്. പരാബോധത്തിൻ്റെ, ശുദ്ധബോധത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ സംസാരിക്കുന്ന വാക്ക്. ഓക്കെ, അപ്പോൾ അതും എന്താണ്? റിഫ്ലക്ഷനാണ്. ഇനി അതുപോലെ തന്നെ ഇമോഷൻസ് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾക്ക് സൂക്ഷ്മതലമാണ് ഇമോഷൻസ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ദുഃഖം, സങ്കടം, വിശപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഈ പ്രതിഭാസങ്ങളൊക്കെ സൂക്ഷ്മമാണ്. ഓക്കെ, അതിനെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് ആവിർഭവിപ്പിക്കുക? ഇമോഷൻസ് ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ചേഷ്ടകളെ ഉപയോഗിച്ചിട്ടാണ്, ശരീരം എന്ന ആ ഒരു യാനം ഉപയോഗിച്ചിട്ട്, അല്ലേ, ശരീരം എന്ന ഈ ഒരു അസ്തിത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇമോഷൻസ് മാനിഫെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ മുഖത്ത് ചിരി പടർത്തും, സങ്കടം വന്നാൽ അല്ലേ കണ്ണുനീര് കാണാം, അല്ലെ മ്ലാനമായ മുഖം. ഇതൊക്കെ എന്താണ്? ഉള്ളിൽ അനുഭവിക്കുന്ന ഈ പറയുന്ന സൂക്ഷ്മമായ വികാരങ്ങളെ, ഇമോഷൻ തലത്തെ ഞാൻ ശരീരം ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെയും എന്താണ്? ശരീരം ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്ത്? എൻ്റെ വൈകാരികമായ തലം. ഇനി ഈ പറയുന്ന പോലെ ബുദ്ധിപരമായ തലവും, അതാണ് നമ്മൾ പ്രവൃത്തിയായിട്ട് മാറുന്നത്. മനസ്സിൽ ഇമോഷൻസ് ചിന്തകളായി രൂപപ്പെട്ടത്, ഇൻ്റലക്റ്റ് അതിനെ അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തി തലം. അതും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ഈ പറയുന്ന താരക സ്വരൂപത്തെ, താരക ചൈതന്യത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ചാന്ദ്രബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൾ ജ്ഞാനസ്വരൂപിണിയാണ്, ഡിപ്ലോമസി, അല്ലേ, താരയാണ് ആക്ച്വലി ബാലിയോട് ഡിപ്ലോമസി പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സുഗ്രീവനോടും ശ്രീരാമനോടും ഒക്കെ സംവദിക്കുന്ന സമയം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നതാണ്. അടുത്തതാണ് പറയുന്ന ചന്ദ്രബുദ്ധി. അത് ഈ പറയുന്ന തലമാണ്. അവളുടെ പേരിൻ്റെ ആ ഗുണം അത് നക്ഷത്ര ഗുണമാണ്. നക്ഷത്ര ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഇല്യൂമിനേറ്റിംഗ്, റിഫ്ലക്റ്റിംഗ്, സ്വയം ഈ പറയുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള ആൾക്കാരാണ്, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ഉള്ളിലും ഈ നക്ഷത്ര ശക്തി. അത് ഈ പറയുന്ന പോലെ നമ്മുടെ കോൺഷ്യസ് ലെവലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ലെവലിനെയും നമ്മുടെ ഇൻ്റലക്ച്വൽ ലെവലിനെയും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ചൈതന്യ ശക്തിയാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ചാന്ദ്രബുദ്ധി എന്ന് പറയുന്നത് ദ സെയിം, സൂര്യൻ്റെ രശ്മികൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രൻ്റെ പ്രഭ. ചന്ദ്രപ്രഭ എന്താണ് യഥാർത്ഥത്തിൽ? സൂര്യൻ്റെ റേസിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്ന ഗുണം, റിഫ്ലക്സ് എന്ന ക്വാളിറ്റി, ഇതാണ് യഥാർത്ഥത്തിൽ ചാന്ദ്ര ബുദ്ധി. അപ്പോൾ ഇങ്ങനെ ചന്ദ്രൻ്റെ പ്രതിഫലന സ്വഭാവവുമായി യോജിക്കുന്ന ചൈതന്യമാണ് അവൾ. പലപ്പോഴും നമ്മൾ ചന്ദ്രികയായി തന്നെ കാണുന്നു.
ബാലിയുടെയും സുഗ്രീവൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ ഒരു ചാന്ദ്രികമായ കണ്ണാടി. ബാലിയുടെ ജീവിതത്തിലും സുഗ്രീവൻ്റെ ജീവിതത്തിലും അവരുടെ ആവേശമായി നിലകൊണ്ട ആ റിഫ്ലക്റ്റ് സെൽഫ് ഇല്യൂമിനേറ്റിംഗ് ആയ ശക്തി. ഇത് രാമായണത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇനി ധർമ്മത്തിൻ്റെ ശബ്ദമായിട്ട് നമുക്ക് താരയെ കാണാം. അവിടെ എങ്ങനെയാണ്? ബാലി തൻ്റെ ഉപദേശം ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുന്ന സമയത്ത് അവൾ വിവേകത്തിൻ്റെ ശബ്ദമായി മാറുന്നുണ്ട്. ബാലിയോട് തന്നെ പറയുന്നുണ്ട്, കാരണം ഇത്രയും യുദ്ധം തങ്ങളോട് ചെയ്ത് തോറ്റ ആള് ഇപ്പം വന്ന് വീണ്ടും വെല്ലുവിളിക്കുമ്പോൾ അതിലെന്തോ ചതിയുണ്ട് എന്ന വിവേകത്തിൻ്റെ ശബ്ദമായിട്ട് ബാലിക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത് താരയാണ്. സുഗ്രീവനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിന് മുമ്പ് ബാലിക്ക് അവൾ നൽകുന്ന മുന്നറിയിപ്പുകൾ വെറും രാഷ്ട്രീയമായിട്ടുള്ളതല്ല, അവൾ കർമ്മപരമായ വെളിപ്പെടുത്തലിൻ്റെ നിഗൂഢ സൂചനകളാണ്. അതായത് കർമ്മപരമായി ചില ബന്ധനങ്ങൾ അവിടെ വന്നു നിൽക്കുന്നത് സൂചിപ്പിച്ചു കൊടുക്കുന്നവളാണ് താര. അതാണ് പറഞ്ഞത്, കർമ്മബന്ധങ്ങളിൽ നിന്ന്, കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ താരണം ചെയ്യിക്കുന്നവൾ, മോചനത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ താര. അങ്ങനെ വീണ്ടും അവളെ നോക്കുന്ന സമയത്ത് അവള് സ്ത്രൈണതയുടെ ദർശനപരമായ കഴിവ് ഉൾക്കൊള്ളുന്നവളായി കാണാൻ സാധിക്കും. സ്ത്രൈണതയുടെ ദർശനശക്തി അതെന്താ? പല ആഖ്യാനങ്ങളിലും താരയെ യഥാർത്ഥത്തിൽ ദിവ്യദൃഷ്ടി ഉള്ളവളായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരുതരം ആത്മീയമായ ദീർഘവീക്ഷണമാണ്. അവള് ശ്രീരാമന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുകയും ബാലിയുടെ മരണത്തിന്റെ പ്രപഞ്ചപരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അവളെ ഒരു ദക്ഷിണതാരയായി, അതായത് ഒരു നമ്മൾ പറയില്ലേ, യഥാർത്ഥത്തിൽ മൂടുപടത്തിനപ്പുറം കാണുന്ന ഒരു താന്ത്രികമായ മാതൃകയായിട്ട് താരയെ, അതായത് മായ എന്ന മൂടുപടത്തിന് അപ്പുറത്ത് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്ന, അതായത് മായയുടെ മൂടുപടത്തിൽ നിന്ന് ആത്മാവിനെ തരണം ചെയ്യിപ്പിക്കാൻ നയിക്കുന്നവൾ, അല്ലെങ്കിൽ മോചനത്തിലേക്ക് ആത്മാവിനെ നയിക്കുന്നവൾ എന്നുള്ള അർത്ഥം ഇവിടെയാണ് പ്രാധാന്യത്തോട് നമ്മൾ കാണേണ്ടത്. ഇനി താന്ത്രികമായ ഒരു അനുരണൻ അതെങ്ങനെ മാതൃക ആദിപരമായി ഈ പ്രപഞ്ചത്തിലെ ആദ്യ ശക്തികളോട് അല്ലെങ്കിൽ മൂലശക്തികളുമായിട്ട് ഇവ ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെയാണ് എന്താണ് ഞാൻ ഈ താന്ത്രികം തന്ത്രം എന്നൊക്കെ യഥാർത്ഥമായിട്ട് കുറേ നേരമായിട്ട് നിങ്ങളോട് പറയുന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദേവത താര എന്ന ദേവത മഹാവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. ദശമഹാവിദ്യകളിൽ രണ്ടാമത്തെ വിദ്യയാണ് താര. കാളിക്ക് ശേഷം വരുന്ന രണ്ടാമത് വിദ്യ. കാളി എല്ലാ സ്രോതസ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഉദ്ഭവത്തിൻ്റെയും എല്ലാ അസ്തിത്വത്തിൻ്റെയും സ്രോതസ്സായി വർത്തിക്കുന്നവളാണെങ്കിൽ, ഉദ്ഭവകാരിണിയാണെങ്കിൽ, താര ആ സ്രോതസ്സിൽ നിന്നുള്ള സൃഷ്ടിയെ മായക്കതീതമായി അതിൻ്റെ സൃഷ്ടിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് താരണം ചെയ്യിക്കാൻ, കടത്തിവിടാൻ പ്രാപ്തിയുള്ളവളാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടി തത്വങ്ങളും സ്രോതസ്സിൽ നിന്ന് ആദ്യ സൃഷ്ടിയെ ജനിപ്പിക്കുമ്പോൾ ആയിട്ട് അല്ലെ, എല്ലാ സൃഷ്ടിയും വളരെ പ്രാകൃതമായിട്ടാണ് ഉണ്ടാവുക തുടക്കം. ആ പ്രാകൃതമായതിൽ നിന്ന് പരിണാമം എന്ന ഓരോ അസ്തിത്വത്തിൻ്റെ, ഒരു ചെടി എടുത്തു നോക്കിയാൽ, ഒരു വൃക്ഷം എടുത്തു നോക്കിയാൽ, മനുഷ്യനെ എടുത്തു നോക്കിയാൽ എല്ലാം ഒരു പരിണാമത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് അത് പരിണമിക്കുന്നത് കാണാം, താരണം ചെയ്യുന്നത് കാണാം ടുവേർഡ്സ് അതിൻ്റെ എൻഡ് ഗോൾ. ഇപ്പം മഹാവിദ്യാ പാരമ്പര്യത്തിൽ താര ഈ പറയുന്ന രണ്ടാമത്തെ ദേവതയാണ്. വളരെ ഉഗ്രമായതും വിമോചകയും എന്നാൽ ആഴത്തിൽ വളരെ സീക്രസിയും ഉള്ള ഒരു ദേവതയാണ്. താന്ത്രികമായ കുറേ പാരലലിസം ഉണ്ട് താരയ്ക്ക്. എന്താ അത്? മഹാവിദ്യയിലെ താര ഭയത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് ഭയതാരിണിയായി എല്ലാവരെയും രക്ഷിക്കുന്നവളാണ്. ഇത് പലപ്പോഴും ശ്മശാനങ്ങളിൽ അതുപോലെയുള്ള നിഗൂഢ സ്ഥലങ്ങളിൽ ആവാഹിച്ച് താന്ത്രികപരമായി ഉപാസിക്കുന്ന ഒരു ക്രമമാണ്. രാമായണത്തിൽ ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിലുള്ള, അതായത് ദുഃഖത്തിനും ജ്ഞാനത്തിനും ഇടയിലുള്ള, വനത്തിനും രാജകൊട്ടാരത്തിനും ഇടയിലുള്ള ഈ പറയുന്ന ഇതിന് രണ്ടിനും ഇടയിൽ വർത്തിക്കുന്ന ആ നിഗൂഢപരമായ, അതായത് നമുക്ക് ദുഃഖത്തിനും സുഖത്തിനും ഇടയിൽ ഉള്ള ഒരു പെൻഡിലുമുണ്ട് അല്ലേ, ആ ലിമിനൽ സ്പേസ് ഉണ്ട്. ആ ലിമിനൽ സ്പേസിലാണ് താര വസിക്കുന്നത്. ആ താരണം, അതായത് ദുഃഖത്തിൽ നിന്ന് സുഖം, ഇത് രണ്ട് പോയിന്റാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തണമെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ടു ഹാപ്പൺ. ആ ട്രാൻസ്ഫോമിങ് എനർജിയാണ് യഥാർത്ഥത്തിൽ താര. ബാലിയുടെ മരണശേഷം അവളുടെ പങ്ക് യഥാർത്ഥത്തിൽ സുഗ്രീവനെ ഉപദേശിക്കുക എന്നത്, രാജ്യം സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഒരു നാശത്തിന് ശേഷം സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്ന താന്ത്രികമായ ഈ ചൈതന്യത്തെയാണ് യഥാർത്ഥത്തിൽ താര
എവിടെ പ്രതിഫലിപ്പിക്കുന്നത്? രാമായണത്തിൽ വാൽമീകി മഹർഷി പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ താര എന്നുള്ളത് ഒരു ട്രാൻസെൻഡൽ എനർജി ഇൻ അവർ സെൽസ്. ഇനി ഇത് ഈ പറയുന്ന പോലെ രാമായണത്തിലെ മാതൃകകളെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ നയതന്ത്ര രാജ്ഞിയായി അവളെ കാണാം. അവിടെ മഹാവിദ്യ താരയുടെ ഒരു ഗുണം രാമായണത്തിൽ എങ്ങനെയാണ് വിളക്കി ചേർത്തത് എന്ന് നോക്കാം. ഉഗ്രതാരിണിയായിട്ട്, ഉഗ്രമായ വിമോചകയായി, മോക്ഷം നൽകുന്നവളായിട്ടുള്ള ആ ഭാവമാണ് നയതന്ത്ര രൂപത്തിൽ ഒരു രാജ്ഞിയായിട്ട് അവളെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആര്? മഹർഷി വാൽമീകി. ഇനി പ്രപഞ്ചത്തിൻ്റെ രക്ഷകയായ താരിണി, ഭവതാരിണിയായിട്ട് ആ പ്രപഞ്ചത്തിനെ താരണം ചെയ്യിപ്പിക്കുന്നവളായിട്ടുള്ളത് അവളെ ചന്ദ്രജ്ഞാനം എന്ന ക്വാളിറ്റി അവളിൽ ആ കഥാപാത്രത്തിൽ വിളക്കി ചേർത്തിട്ടാണ് വാൽമീകി മഹർഷി ചെയ്തിട്ടുള്ളത്. ഇനി ബോധം സ്ഥിരപ്പെടുത്തുന്നവള്, നമ്മുടെ കോൺഷ്യസ് ലെവലിനെ സ്ഥിരപ്പെടുത്തുന്നത്. കാരണം സദാ മങ്കി മൈൻഡായ ആ കോൺഷ്യസിനെ സ്ഥിരപ്പെടുത്തുക, അസ്ഥിരമായതിനെ സ്ഥിരപ്പെടുത്തുക, ഇത് താരയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി സുഗ്രീവനെ സ്ഥിരപ്പെടുത്തുന്നവൾ, സുഗ്രീവൻ എന്ന ആ ധർമ്മിഷ്ഠനെ സ്ഥിരപ്പെടുത്താൻ എന്താ പറയുക സഹായിക്കുന്നവൾ എന്ന രൂപത്തിൽ താരയിൽ ഈ ക്വാളിറ്റി വാൽമീകി മഹർഷി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വിളക്കി ചേർത്തിട്ടുണ്ട്. ഇനിയോ താരക മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ശബ്ദം, അതായത് ആ ദീർഘദൃഷ്ടിത്വം, ബാലിയോട് പറയുന്നതും സുഗ്രീവനോട് പറയുന്നതും ഒക്കെ ദീർഘദൃഷ്ടിത്വമാണ്. ദീർഘം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള അല്ലെ. മന്ത്രം എന്താണ്? മനസ്സിനെ ത്രാണനം ചെയ്യിപ്പിക്കുന്നതാണ് മന്ത്രം. മനസ്സിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ആത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്ന മന്ത്രം. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ദീർഘദൃഷ്ടി ഉണ്ടാവണം. ആ ദീർഘദൃഷ്ടിത്വം അവളുടെ ശബ്ദങ്ങളിലൂടെ നമ്മൾക്ക്, അവളുടെ വാക്കുകളിലൂടെ രാമായണത്തിൽ വാൽമീകി പറഞ്ഞു തരും. അങ്ങനെ താരയ്ക്കുള്ള മാനങ്ങൾ വളരെ 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 കൂടുതലാണ്. ഇനി വേറെ ഒരു തലം നോക്കിയാൽ ആ താരയെ നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് പ്രതീകാത്മകത നോക്കിയാൽ, അല്ലെങ്കിൽ പല പാരമ്പര്യങ്ങളിലും നമുക്ക് താരയെ കാണാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബുദ്ധമതത്തിൽ നോക്കിയാൽ കാണാം, വേദങ്ങളിൽ നോക്കിയാൽ കാണാം, മന്ത്രശാസ്ത്രത്തിൽ കാണാം, അങ്ങനെ രാമായണം എന്ന ഇതിഹാസത്തിൽ കാണാം. അങ്ങനെ ബുദ്ധമതത്തിൽ നോക്കുന്ന സമയത്ത് താര എന്നുള്ളത് കാരുണ്യവാൻ ആയ അല്ലെങ്കിൽ കാരുണ്യവതിയായ രക്ഷകയായിട്ടാണ് ബുദ്ധമതത്തിൽ താരയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഈ പറയുന്ന പോലെ ഗ്രീൻ താര, വൈറ്റ് താര എന്നുള്ളൊക്കെ കൺസെപ്റ്റ് അവിടെയുണ്ട്. നീലത്താര എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ബുദ്ധമതത്തിൽ ധാരാളം കൺസെപ്റ്റ് ഉണ്ട് താരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അതൊക്കെ എന്താണ്? കഷ്ടപ്പാടുകളോട് തൽക്ഷണം പ്രതികരിക്കുന്ന ചൈതന്യമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. വളരെ പവർഫുൾ ഗോഡസ് ആയിട്ടാണ് ബുദ്ധമതം ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചൈതന്യത്തെ. ഇനി വേദജ്യോതിഷ ശാസ്ത്രത്തിൽ താര എന്നുള്ളത് നക്ഷത്രങ്ങളെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ പ്രാതിനിധ്യത്തെ വിവരിക്കാനാണ്. അതായത് വഴികാട്ടിയാകുന്ന ചൈതന്യമായിട്ട്, വിധിയുടെ രൂപകങ്ങളായിട്ട്, മനുഷ്യകുലത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വിധിഗതികൾ നിർണയിക്കാൻ പ്രാപ്തിയുള്ള പ്രപഞ്ചത്തിലെ താരാഗണങ്ങളുടെ മൂല്യശക്തിയെക്കുറിച്ച് വേദജ്യോതിഷ ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മന്ത്രശാസ്ത്രം എടുത്തു നോക്കിയാൽ ഈ പറയുന്ന താരാമന്ത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇഷ്ടംപോലെ താരാമന്ത്രങ്ങളുണ്ട്, താരകമന്ത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ രാമായണത്തിലെ താര യഥാർത്ഥത്തിൽ ഒരു സംഗമ ക്യാരക്ടറാണ്, ഒരു സംഗമ സ്ഥാനമാണെന്ന് കാണാം. അവൾ നയിക്കുന്ന ജ്യോതി അല്ലേ, അവൾ നയിക്കുന്ന ഒരു ജ്യോതിസായിട്ടാണ്, സ്ഥിരത നൽകുന്ന ഒരു ശക്തിയായിട്ടാണ്, മോചിപ്പിക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി താരാതത്വം ശരിക്കും അനുഭവപരമായി നമ്മൾ നോക്കിയാൽ എന്താണ് യഥാർത്ഥത്തിൽ? അനുഭവപരം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ, അതായത് അതിന് ഒരുപാട് താന്ത്രികമായ ക്രിയകളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ശുക്ലപക്ഷത്തിലെ പരിവർത്തനം, അതിൽ ചാന്ദ്ര ഉപദേഷ്ടാവായിട്ട് ചന്ദ്രൻ്റെ നമ്മുടെ ആ ശുക്ലപക്ഷത്തിലുള്ള പ്രോഗ്രഷൻ നമ്മുടെ ലൈഫുമായിട്ട് വിളക്കി ചേർക്കാൻ നമ്മൾ താരയെ ഉപയോഗിക്കും. അതുപോലെ സംഘർഷത്തിനോ ദുഃഖത്തിനോ ശേഷമുള്ള ആ കുടുംബ ആചാരങ്ങൾ, കുടുംബത്തിലൊരു മരണമോ അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലേശങ്ങളോ ഒക്കെ വന്നാൽ ആ കുടുംബ ആചാരങ്ങളിലെ ആ സ്ഥിരത നിലനിർത്തുന്ന ശക്തിയായിട്ടുള്ള ക്രമങ്ങളുണ്ട്, നിലനിർത്തുവാനുള്ള ശക്തിയായിട്ട്. അതുപോലെ തന്നെ ശിശുക്കൾക്ക് സൗഹൃദപരമായി ഉപാസിക്കാൻ പറ്റുന്ന, കാരണം അവൾ ജ്ഞാനമാണ്, അത് സരസ്വതിയുടെ ഒരു രൂപകം തന്നെയാണ്, വിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ഉപാസിക്കാൻ പറ്റുന്ന ഒരു രീതി ഉള്ള ആചരണങ്ങളും ഉണ്ട്.
അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ പലതരം താരാസാധനകൾ നമുക്ക് പറ്റും. കാരണം എന്താണ്, ഈ പറയുന്ന പോലെ ചന്ദ്രനക്ഷത്രങ്ങളുടെ മന്ത്രങ്ങളുണ്ട്, അത് പാരായണം ചെയ്യാം. അതുപോലെ രാമായണത്തിൽ ഈ പറയുന്ന കിഷ്കിന്ധാകാന്ഡം പാരായണം ചെയ്യുന്നത്, അതുപോലെ നക്ഷത്രങ്ങളെ നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക്, യോഗശാസ്ത്ര പ്രകാരം നക്ഷത്രങ്ങളിലൂടെയുള്ള ധ്യാനം, അങ്ങനെ പലതരം ദൃശ്യവൽക്കരണങ്ങൾ താരയിലൂടെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഇങ്ങനെ അതാണ് ഇതിൻ്റെ താന്ത്രികമായ വശം. ഞാൻ താന്ത്രികമായ വശം പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഉപയോഗിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ താര എന്നുള്ളത് നമ്മൾ വെറും ഒരു കഥാപാത്രമാക്കി ഒതുക്കി കളയാതെ ഇതിന് ഇനിയും പല ആഴത്തിലുള്ള മാനങ്ങളുണ്ട്. അത് പറഞ്ഞാൽ അതൊരു സീരീസ് തന്നെ വേണ്ടി വരും. താര അത്രയും 21 താരമാരെന്നൊക്കെ പറഞ്ഞ് വലിയ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് പറയുവാൻ സാധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാൻ വേണ്ടി നമ്മൾക്കൊരു സൂചനാ ഫലകം പോലെയാണ്, ഒരു വഴികാട്ടിയെ പോലെയാണ് ഈ കഥാപാത്രത്തെ മഹർഷി രാമായണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന കഥാപാത്രങ്ങളും അവരുടെ തത്വങ്ങളും. അപ്പം ഇതേപോലെ ഓരോ കാണ്ഡത്തിലും നമ്മൾ കഴിഞ്ഞ കാണ്ഡത്തിലൊക്കെ നമ്മൾ വിവരിച്ച കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ മനനം ചെയ്യണം. ഓരോ കാണ്ഡവും നിങ്ങൾ വായിച്ചു പോകുന്ന സമയത്ത് ഇവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി, അവയുടെ സ്തോത്രങ്ങളുണ്ട്, പാരായണം ചെയ്യാനുള്ള വിധികളുണ്ട്, ഉപാസന ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഈ ഒരു മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ താരയുടെ വിശേഷങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് സുന്ദരകാന്ഡത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് പോവുകയാണ്. അവിടെ പരമശിവൻ പാർവതിക്ക് ഉപദേശിക്കുകയാണ്. ഹനുമാൻ തൻ്റെ കുതിച്ചു ചാട്ടത്തിന് തയ്യാറായി ചുറ്റുമുള്ള വാനരന്മാരോട് പറയുകയാണ്, നോക്കൂ, ആകാശത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ പറന്ന് സമുദ്രം കടക്കാൻ എൻ്റെ പിതാവായ വായുവിൻ്റെ കഴിവ് എനിക്കുണ്ട്. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ രാവണനാകുന്ന ആ രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ പോയി സീതാദേവിയെ കാണും. പിന്നെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ യജമാനനായ എൻ്റെ നാഥനായ ശ്രീരാമനോട് ആ വാർത്ത പറയും. മരണസമയത്ത് ഭഗവാന്റെ രൂപവും നാമവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരാളും സംസാര സമുദ്രം കടക്കുക തന്നെ ചെയ്യും. അങ്ങനെ ശ്രീരാമൻ്റെ ദൂതൻ എന്ന നിലയിൽ ഈ സമുദ്രം എളുപ്പത്തിൽ കടക്കാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. സീതാമാതാവിനെ കണ്ടുമുട്ടുമ്പോൾ അവളെ കാണിക്കാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മോതിരം എൻ്റെ കയ്യിലുണ്ടല്ലോ. കഠിനമായ സമുദ്രത്തിന് മുകളിലൂടെ വായുവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരും എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ വാലുയർത്തി കൈകൾ വിടർത്തി ആകാശത്തേക്ക് ചാടി തെക്കോട്ട് ലക്ഷ്യമാക്കി ലങ്കയിലേക്ക് പറന്നു എന്നാണ്. അങ്ങനെ ആ യാത്രയിൽ നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട്, ഒരു തടസ്സം വന്ന് ഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാമായണത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഹനുമാൻ്റെ ആ സമുദ്ര ലംഘനത്തിൽ ഹനുമാൻ ഒരു തടസ്സം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൂര്യനെ പോലെ പ്രകാശമുള്ള ഒരു വസ്തുവിനെ പോലെ ഹനുമാൻ സൂര്യ തേജസ്സോടുകൂടി സമുദ്രത്തിന് മുകളിലൂടെ പറന്നുയരുമ്പോൾ ദേവന്മാർ അവൻ്റെ കഴിവ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദേവന്മാരുടെ പദ്ധതിയാണ് ശ്രീരാമചന്ദ്രൻ ജനിക്കണമെന്നും അവതരിക്കണമെന്നും വിഷ്ണു ഭഗവാൻ അവതരിക്കണമെന്നും അത് ഈ പറയുന്ന പോലെ രാവണൻ്റെ അന്ത്യത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ദേവന്മാരുടെ പദ്ധതി പ്രകാരം നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിക്ക് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കഴിവ് പരീക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാഗങ്ങളുടെ രാജ്ഞിയായ സുരസയോട് അവർ വഴിയിൽ ഹനുമാനെ തടസ്സപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ ജോലി പൂർത്തിയാക്കാനുള്ള ഹനുമാന്റെ വൈദഗ്ധ്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാർ അവളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഹനുമാൻ വേഗത്തിൽ സഞ്ചരിക്കുന്ന സമയം അവൾ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഓ ധീരനായ വാനര, ഞാനിവിടെ നിൽക്കുന്നത് നീ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഈ വഴി കടന്നു പോകുന്ന ആരെയും ഭക്ഷിക്കാൻ എനിക്ക് അനുവാദം നൽകിക്കൊണ്ട് ഭഗവാൻ എനിക്കൊരു വരം നൽകിയിട്ടുണ്ട്. താങ്കളുടെ നിർഭാഗ്യവശാൽ എനിക്കിപ്പോൾ വിശക്കുകയാണ്. അതുകൊണ്ട് പരാക്രമമൊന്നും കാട്ടാതെ എൻ്റെ ഭക്ഷണമായി എൻ്റെ വായിൽ പ്രവേശിക്കുക, അതാണ് താങ്കൾക്ക് ഉത്തമം. എൻ്റെ വിലയേറിയ സമയം പാഴാക്കരുത് എന്ന് ഹനുമാനോട് പറയുകയാണ്. അങ്ങനെ സുരസയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ അവളോട് പറയുകയാണ്,
ഞാൻ സീതാമാതാവിനെ അന്വേഷിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സീതാദേവിയെ കാണുവാൻ പോകും. തുടർന്ന് അതേ വഴിയിൽ തന്നെ ഞാൻ തിരിച്ചു വരുമല്ലോ. പിന്നെ ഒരു ദൂതൻ എന്ന നിലയിൽ രാജ്ഞിയെ കുറിച്ചും, അതായത് സീതാമാതാവിനെ കുറിച്ചും ലങ്കയെക്കുറിച്ചുമുള്ള എല്ലാ വിവരണങ്ങളും എനിക്ക് ശ്രീരാമന് അറിയിക്കേണ്ടതുമാണ്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എൻ്റെ കടമ പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഭയലേശം ഏതുമില്ലാതെ അങ്ങയുടെ വായിൽ അങ്ങയുടെ ആഹാരമാകാൻ ഒരുക്കമാണ്. അത് ഞാൻ വാഗ്ദാനമായി സത്യം ചെയ്യാമെന്ന് പറയും. താങ്കൾ ഒരു മാന്യ ആത്മാവാണ്. ലങ്കയിലേക്കുള്ള എൻ്റെ ഉദ്യമത്തിന് വഴി കാണിക്കാൻ എനിക്ക് ദിശ കാണിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണെന്ന് ഹനുമാൻ വളരെ വിനീതമായി പറയുകയാണ്. എനിക്ക് യഥാർത്ഥത്തിൽ വഴി അറിയില്ല. അതുകൊണ്ട് താങ്കൾ എന്നെ വഴി ഉപദേശിച്ച് എനിക്ക് മാർഗം കാട്ടിത്തന്നാലും എന്ന് പറയുകയാണ്. അപ്പോൾ സുരസ പറയുകയാണ്, താൻ അവളുടെ വഴിക്ക് വന്ന ഭക്ഷണമാണ് താൻ. അതുകൊണ്ട് എൻ്റെ വിശപ്പ് ശമിപ്പിക്കാനുള്ള എൻ്റെ ധർമ്മം എന്നെ ഇതിന് അനുവദിക്കില്ല. കാരണം ഞാൻ താങ്കളെ പോകാൻ അനുവദിച്ചാൽ എൻ്റെ ധർമ്മം പാലിക്കാൻ ഞാൻ വീഴ്ച വരുത്തും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ധർമ്മം പാലിക്കേണ്ടത്. ഹനുമാനാണെങ്കിൽ സമയം ഒട്ടും ബാക്കിയില്ല താൻ. അങ്ങനെ ഉടനെ തന്നെ ഹനുമാൻ അവളുടെ വായിൽ കടക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ വായ തുറക്കാൻ സുരസയോട് ആവശ്യപ്പെടുകയും അവളുടെ വായയുടെ അളവിനേക്കാൾ വിസ്തൃതിയിൽ തൻ്റെ ശരീരം അദ്ദേഹം വലുതാക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അഷ്ടസിദ്ധികളുള്ള ഒരു അവതാരമാണ്. അണിമ, ലഗിമ, ഗരിമ, മഹിമ എന്ന് തുടങ്ങിയ സിദ്ധികളുള്ള ആളാണ്. അപ്പോൾ അവള് ഇത് കണ്ട ഉടനെ അവളുടെ വായ വീണ്ടും ഒരു 5 യോജന വീതിയിൽ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ എന്ത് ചെയ്തു? അതിന് വീണ്ടും വിപുലമായി 10 യോജന വീതിയിൽ വർദ്ധിപ്പിച്ചു. സുരസ അത് 20 ആക്കി, ഹനുമാൻ 30 ആക്കി, അങ്ങനെ 50 ആക്കുന്നു. അങ്ങനെ ഈ കളി അവസാനിക്കില്ല, എൻ്റെ സമയം പാഴാവുകയാണ് എന്ന് ഹനുമാൻ അറിയാം. അപ്പോൾ ആ സമയം ഇത്രയും വലുതായിരിക്കുന്ന 50 യോജനയോളം വലുതായിരിക്കുന്ന ആ വായിൽ ഹനുമാൻ പൊടുന്നനെ ഒരു തള്ളവിരലിനോളം ചെറിയ രൂപമായി മാറി അവളുടെ വായിലേക്ക് പറന്ന് ചെന്ന് ഉടനെ അവിടെ ചെന്ന് നാഗസ്തുതി ആലപിക്കുകയാണ് ഹനുമാൻ. ഇത് കേട്ട് അവൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ സുരസ ഹനുമാനെ അനുഗ്രഹിക്കുകയും സീതയെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും വിജയകരമായി തിരിച്ചെത്തി ശ്രീരാമനോട് വേഗത്തിൽ ആ വിവരങ്ങൾ കൈമാറുവാനും ഹനുമാനോട് പറയുകയാണ്. അങ്ങനെ രാക്ഷസന്മാർ നശിപ്പിക്കപ്പെടുന്നതും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നതും കാണാൻ അവൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇതൊരു പരീക്ഷണം മാത്രമാണെന്നും അവൾ വെളിപ്പെടുത്തി. ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തിയത് ഒരിക്കലും താങ്കളുടെ ദിവ്യമായ ഈ കർത്തവ്യത്തെ വിഘ്നം വരുത്താൻ വേണ്ടിയിട്ടല്ല, താങ്കളുടെ ശേഷിയെ ഒന്നുകൂടെ ഒന്ന് അളക്കുകയായിരുന്നു. നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്യില്ലേ, അതുപോലെ. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ആധുനിക സമൂഹത്തിൽ നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്ന പല സ്ട്രാറ്റജീസും നമ്മൾ രാമായണം നോക്കിയാൽ കാണാൻ സാധിക്കും. വളരെ അതിശയകരമായി തോന്നും. ഇന്ന് നമ്മൾ മോക്ക് ഡ്രിൽസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഈവൻ കമാൻഡോസിന് പോലും അല്ലേ, നമ്മൾക്ക് എന്താ പറയുക, ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിനൊക്കെ ഈ മോക്ക് ഡ്രിൽസ് വെക്കുന്നത് എന്തിനാണ്? അവർക്ക് കഴിവില്ലാണ്ടൊന്നുമല്ല, ദേ ആർ ട്രെയിൻ ഫോർ ദാറ്റ്. പക്ഷേങ്കിൽ ആ ശേഷി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് അവൾ വെളിപ്പെടുത്തുകയാണ് ഹനുമാനോട്. അങ്ങനെ ഹനുമാൻ്റെ കഴിവ് ഉറപ്പാക്കാൻ ദേവന്മാർ ചെയ്ത ഒരു മോക്ക് ഡ്രില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് രസകരമായി പറയാം. ഇനി ഇതേ തുടർന്ന് ഈ ഒരു പരീക്ഷണം അവസാനിച്ചപ്പോൾ അടുത്ത ഒരു പരീക്ഷണം വരികയാണ്. അതെന്താണ്? മൈനാക പർവ്വതവുമായിട്ടുള്ള തൻ്റെ സമാഗമമാണ്. അപ്പോൾ സമുദ്രത്തിന് മുകളിലൂടെ ഒരു കഴുകനെ പോലെ ഹനുമാൻ അങ്ങനെ പറന്നു ഉയരുന്ന സമയത്ത് സമുദ്രദേവൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ശക്തമായ ഒരു പർവ്വതമായ മൈനാകനോട് കടലിന് മുകളിലേക്ക് ഉയർന്ന് ഹനുമാനെ കുറച്ചു നേരം ആ ഒരു ഗതിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പുരോഗതിയിൽ നിന്ന് തൽക്കാലം തടയാനും വീണ്ടും അദ്ദേഹത്തെ എല്ലാവിധ സൗകര്യങ്ങളും നൽകി വീണ്ടും അതീവ ശക്തിശാലിയായി ആ യാത്ര പുരോഗമിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറയുകയാണ്.
അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ശ്രീരാമൻ്റെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ കടുത്ത ഭക്തനാണ്. തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ അദ്ദേഹം വിശ്രമിക്കില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ഷേമം ഉറപ്പാക്കുകയും വഴിയിൽ ഭക്ഷണവും പോഷണവും നൽകുകയും വേണം. അങ്ങനെ മൈനാകൻ പോയി മനുഷ്യരൂപത്തിൽ ഹനുമാനോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ഹിമാലയത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഓ വാനരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദയവായി വന്ന് എൻ്റെ മേൽ അല്പനേരം ഇരുന്ന് വിശ്രമിക്കൂ. ഞാൻ നിങ്ങൾക്കായി ഭക്ഷണപാനീയങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കരുതി വെച്ച ജലം അമൃതിന് സമാനമാണ്, അല്ലെങ്കിൽ അമൃത് തന്നെയാണ്. പഴങ്ങളൊക്കെ എന്ത് മധുരമുള്ളതാണെന്ന് അറിയാമോ? ഹനുമാൻ മറുപടി പറയുകയാണ്, ഞാനൊരു ദൗത്യത്തിനായി പോകുന്നു, അതും ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാവുന്നത് പോലെ വഴിയിൽ വിശ്രമിക്കുകയോ എന്തെങ്കിലും ഭക്ഷിക്കുകയോ ചെയ്യുന്നത് എനിക്ക് ഉചിതമല്ല. എനിക്ക് ആദ്യം വേണ്ടത് കടമ നിർവഹിക്കലാണ്. തുടർന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ഉറങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കും. താങ്കളുടെ ആതിഥ്യം ഞാൻ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു എന്ന് ദയവായി കരുതുക. അങ്ങനെ അവൻ കൈകൾ കൊണ്ട് ആ മലയെ തഴുകി അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കഥയിൽ സംഗ്രഹിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ സംഗ്രഹിച്ച് പറയുകയാണ്. കാരണം എന്താണ്, ഇനി അടുത്തത് വരുന്ന കഥാസന്ദർഭം എന്താണ്? ഹനുമാൻ ലങ്കാപ്രവേശനമാണ്. സമുദ്രത്തിൽ ജീവിച്ചിരുന്ന ഒരു രാക്ഷസിക്ക് ഈ പറയുന്ന പോലെ എല്ലാ സമുദ്രലംഘനം നടത്തുന്ന സമയത്ത് ഹനുമാനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എല്ലാ കഴിവുകളും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാക്ഷസി ആകാശത്ത് ജലോപരിതലത്തിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ കണ്ടാൽ ഉടൻ അവൾ അതിനെ പിടിച്ച് അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും. ഛായാഗ്രഹണി എന്നാണ് അവളുടെ പേര്. ഒരു നിഴലിനെ പിടിക്കുന്നവൾ ഹനുമാൻ കടന്നു പോകുമ്പോൾ അവളും അതേ ധർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിച്ചു. എന്താണ്? ഹനുമാനെയും പിടിച്ച് ഭക്ഷണമാക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ഹനുമാൻ വളരെ അക്ഷമനായി അവളെ ശക്തിയായി പ്രഹരിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നതായിട്ട് കാണും. വർദ്ധിച്ച വീര്യത്തോടെ അവൻ വീണ്ടും തുടർന്ന് സമുദ്രലംഘനം എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ലങ്കയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഛായാഗ്രഹണിയായാലും സുരസയായാലും അതുപോലെ മൈനാകമായാലും നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന, വീണ്ടും വാൽമീകി നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് തത്വങ്ങളുടെ രൂപം നമുക്ക് ഇവിടെയൊക്കെ ദർശിക്കാൻ സാധിക്കും. അതെന്താണ് യഥാർത്ഥത്തിൽ? അപ്പോൾ സുന്ദരകാന്ഡത്തിൽ നമ്മൾ ആരണ്യകാന്ഡത്തിലെ കഥാപാത്രങ്ങളൊക്കെ കരുതിയ പോലെ തന്നെ ഇനി ഇവിടെയും കഥാപാത്രങ്ങൾ പുതിയത് അവതരിക്കുകയാണ് അല്ലേ? ഓരോ കാണ്ഡത്തിലും പുതിയ പുതിയ കഥാപാത്രങ്ങൾ. ഇവിടെ ഏറ്റവും സവിശേഷതമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി നമ്മൾ ആദ്യം എടുക്കേണ്ടത് മൈനാകത്തെ തന്നെയാണ്. മൈനാക പർവ്വതം യഥാർത്ഥത്തിൽ രാമായണത്തിലെ ഈ പറയുന്ന ഒരു പർവ്വത കഥാപാത്രമോ അല്ലെങ്കിൽ ആ പർവ്വത സ്വരൂപമായ ഒരു അസ്തിത്വമോ മാത്രമല്ല, അതൊരു ഉജ്ജ്വലമായ അസ്തിത്വമാണ്. അതൊരു ആലങ്കാരികമായ ഉപമാപരമായ ആരോഹണവും അതുപോലെ ഒരു ഭാഷാശാസ്ത്രപരമായിട്ട് ഒരു രത്നം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മണ്ഡലങ്ങൾക്കിടയിലുള്ള ഒരു നിഗൂഢമായ പരിധി, അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മൈനാകം എന്ന് വിളിക്കാൻ പറ്റുന്നത്. അതായത് രണ്ട് മണ്ഡലങ്ങൾക്കിടയിലുള്ള ഒരു പരിധി. അത് എന്താണ് യഥാർത്ഥത്തിൽ ഈ രത്നത്തിൻ്റെ തിളക്കം? മൈനാകം എന്ന രത്നത്തിൻ്റെ തിളക്കം എന്താ? സംസ്കൃത ഭാഷാശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ പദശാസ്ത്രപ്രകാരം മൈനാകം എന്ന പദം നോക്കിയാൽ മേന ആക്ക് എന്ന പ്രത്യയം ചേർത്തിട്ട് മേന എന്ന പദം, അതെന്താണ്? ആ നാമം പലപ്പോഴും പാർവതിയുടെ പിതാവായ മേനകനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പാർവതിയുടെ പിതാവ്, ആ പരാമർശമാണ്. അതിനോട് പ്രത്യയം ചേർക്കുന്നു, ആക്ക് എന്ന പ്രത്യേകം, മേനാക്ക്. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ ഒരു പൊതുവായ വർധനവോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്ഥാനീയമായ പ്രത്യയമായിട്ടാണ്. പലപ്പോഴും എന്തെങ്കിലും ഒന്നിനെ കൈവശം വെക്കുന്നതോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള നമ്മുടെ റിലേഷനെയോ ബന്ധത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ പ്രത്യയം. അങ്ങനെ മൈനാകത്തെ മേനയുടേത് എന്ന് പറയാൻ വേണമെങ്കിൽ, മേനയുടേത്, അതായത് ഈശ്വരീയമായ വംശപരമ്പരയുമായി ബന്ധപ്പെട്ട പർവ്വതം മൈനാകം. പ്രാപഞ്ചികമായ വംശപരമ്പരയിൽ വേരൂന്നിയ ഒരു സ്ഥിരത ശക്തി, ഒരു സ്ഥിരമായ ഒരു സ്റ്റെബിലിറ്റി എന്ന ചൈതന്യം, സ്ഥിരശക്തി, സ്ഥിരതാശക്തി.
അത് ഈ പറയുന്ന പോലെ ശബ്ദകോശ പ്രകാരം നമ്മൾ ആ വാക്കിനെ തരംതിരിച്ച് നോക്കിയാൽ മേന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ പൂർവീകനായ പാർവതിയുടെ പിതാവ്, പുരാണങ്ങളിൽ നമ്മൾ പൂർവീകനായി കാണപ്പെടുന്ന കഥാപാത്രം. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഈശ്വരീയമായ ഉദ്ഭവത്തിൻ്റെ പ്രതീകമാണ്. പൂർവികർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉദ്ഭവമായിട്ട്, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ വംശം, നമ്മുടെ കുലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ മേന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണാന്തർഗതമായ അല്ലെങ്കിൽ ആ പറയുന്ന ഈശ്വരീയമായ തത്വസംഹിതകളിൽ ഉദ്ഭവത്തിൻ്റെ പ്രതീകമായി വിവരിക്കുന്ന കഥാപാത്രം. ആക എന്നുള്ളത് നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രത്യയമാണ്. അത് കൈവശമുള്ള എന്നുള്ള അർത്ഥം ചേർക്കുന്ന പ്രത്യയം. അതായത് കൂട്ടുകെട്ടിനെയോ മൂർത്തിഭാവത്തെയോ സൂചിപ്പിക്കുക. ദിവ്യമായ ഉദ്ഭവത്തിൻ്റെ കൂട്ടുകെട്ട്, ആ ദിവ്യമായ ഉദ്ഭവത്തിൻ്റെ ചൈതന്യവുമായിട്ടുള്ള കൂട്ടുകെട്ട്. മൈനാകം. അപ്പോൾ മൈനാകം. ഇനി പർവ്വതം എന്ന് പറഞ്ഞാൽ സ്ഥിരത അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ, കയറ്റം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് എന്നൊക്കെയാണുള്ള പ്രതീകം. അപ്പോൾ കാവ്യാത്മകമായി സംസ്കൃത പദം ഉപയോഗിച്ചാൽ, ആ പദം ഉപയോഗിച്ചാൽ ശരിക്കും ഗഗനാരൂഢ എന്ന അവസ്ഥ, ആകാശത്തോളമുള്ള അല്ലെങ്കിൽ ആകാശത്തിലേക്കുള്ള കയറ്റം. ആകാശം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്, ഇൻഫിനിറ്റിയിലേക്കുള്ള പ്രോഗ്രഷൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയുള്ള പ്രോഗ്രഷൻ? ലംബമായിട്ടുള്ളതാണ്, വേർട്ടിക്കൽ ട്രാൻസെൻഡൻസ് ആണ്. അങ്ങനെ ആ ഒരു അതിര് കടക്കുന്ന സ്വഭാവം. എങ്ങനെ അതിര് കടക്കുന്നത്? ഇൻഫിനിറ്റിയിലേക്ക്, സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ദൃഢതയുള്ള അവസ്ഥയിൽ നിന്ന്, ജഡാത്മകതയിൽ നിന്ന് ഈ പറയുന്ന അനന്തതയിലേക്കുള്ള വേർട്ടിക്കലായ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസെൻഡൻസ് അല്ലെങ്കിൽ പുരോഗതി, ഗഗനാരൂഢ എന്നൊക്കെ നമുക്ക് കാവ്യാത്മകമായിട്ട് ഈ മൈനാകത്തെ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വേണമെങ്കിൽ. ഇനി രാമായണത്തിലെ ഇതിൻ്റെ പ്രതീകാത്മകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന കിഷ്കിന്ധാകാന്ഡത്തിൽ സമുദ്ര ലംഘനം പറയുന്ന സമയത്ത് ഹനുമാൻ സമുദ്രം കടന്ന് ഈ പറയുന്ന സമുദ്ര ലംഘനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ കാണ്ഡത്തിലെത്തുമ്പോൾ അതിൻ്റെ കൃത്യമായ വർണ്ണന വരുന്നു. എന്താണ്? ആഴങ്ങളിൽ നിന്ന്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് അദ്ദേഹം. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ, ഹനുമാന് വിശ്രമം നൽകാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്യമം നടക്കുന്നത് തന്നെ. ഈ ഒരു സന്ദർഭം, കഥാസന്ദർഭം ഒരുപാട് പ്രതീകങ്ങളാൽ സമ്പന്നമാണ്. എന്തൊക്കെയാ പ്രതീകങ്ങൾ? ഒന്ന്, മൈനാകം എന്നുള്ളത് ഒരു ത്രഷോൾഡ് ഗാർഡിയനെ പോലെ, ഒരു ത്രഷോൾഡ് എനർജിയെ ഗാർഡ് ചെയ്യുന്ന ആള് എന്ന് വേണേൽ പറയാം. അതായത് പ്രാരംഭ ചൈതന്യത്തിൻ്റെ സംരക്ഷകനായ ഒരു ശക്തി ചൈതന്യം മൈനാകൻ. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ അബോധാവസ്ഥയുടെയോ സംസ്കാരത്തിൻ്റെയോ പ്രതീകം. അതായത് അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് നമ്മുടെ ബോധത്തിൻ്റെ അസംസ്കൃതമായ അവസ്ഥയിൽ നിന്ന് സംസ്കാരത്തിലേക്കുള്ള ഉയർച്ചയാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റിഫൈൻമെൻ്റ് ആണ്. ആദിമതയിൽ നിന്ന്, പ്രാകൃതത്തിൽ നിന്ന് എന്താ പറയുക, പുരോഗതിയിലേക്കുള്ള സംസ്കരണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസ്കാരം എന്ന് പറയുന്നത്, റിഫൈൻമെൻറ്റ്. അപ്പോൾ മൈനാകൻ ആദ്യത്തെ തടസ്സം ആണ് യഥാർത്ഥത്തിൽ. എന്ത്? തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അണക്കെട്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഈ പ്രിൻസിപ്പിൾ നമുക്ക് കാണാം. എന്താണ്? സ്വച്ഛന്തമായി ഒഴുകാനും ഈ ഭൂമിയെ ഉർവരതയുടെ വിത്ത് അല്ലെങ്കിൽ ബീജങ്ങളാൽ ഉർവരത നൽകാനും ശേഷിയുള്ള ആ ജലത്തിൻ്റെ പ്രവാഹം, അതിനെ നമ്മൾ ചെക്ക് വെക്കുന്ന സമയത്ത്, ചെക്ക് ഡാംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതിനെ നമ്മൾ ആദ്യം ഒന്ന് തടസ്സപ്പെടുത്തി അതിനെ ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്തും. ആ തടസ്സം അതിൻ്റെ പുഷ്ടിയാണ്. ആ വെള്ളം, ചെക്ക് ഡാമിലെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ആ പരിസര പ്രദേശത്ത് വീണ്ടും നല്ല രീതിയിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ആ ജലത്തെ വിന്യസിക്കും. അല്ലേ? ഇത് മനുഷ്യൻ്റെ ഭൗതികതയിലുള്ള ഒരു കാര്യമാണ്. ഭൗതികമായ ഒരു കാഴ്ചപ്പാടാണെങ്കിലും ഇതിന് ആത്മീയമായ മൈനാകവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നോക്കാം. ചെക്ക് ഡാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൈനാകത്തെ ഓർമ്മ വന്നാൽ മതി, മൈനാക പർവ്വതം പോലെ ഓർമ്മ വന്നാൽ മതി. കാരണം ആ ഒഴുക്കിൽ എവിടെയും ഇല്ലാതിരുന്ന ഒരു അസ്തിത്വമാണ് ഒരു ഡാം. അപ്പോൾ ആ ഒഴുക്കിൻ്റെ നടുവിൽ ഉയർത്തി കൊണ്ടുവരാണ്, അതിൻ്റെ ആഴത്തിൽ ഏറ്റവും ബേസിൽ നിന്ന് ഉയർത്തി ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്താം. അപ്പോൾ യഥാർത്ഥത്തിൽ മൈനാകം ഒരു തടസ്സമല്ല, മറിച്ച് ആ ഒഴുക്കിനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഒഴുക്കിൻ്റെ ലക്ഷ്യം
ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ശ്രീരാമൻ്റെ ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഉദ്യമവുമായിട്ട് അല്ലെങ്കിൽ ശ്രീരാമന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സമുദ്രലംഘനം നടക്കുന്ന ഹനുമാന് ആ ഉദ്ദേശത്തിന് കൂടുതൽ മികവും വ്യക്തതയും വരുത്താൻ വേണ്ടിയിട്ടാണ് മൈനാകം ആവിർഭവിക്കുന്നത്. അപ്പോൾ ഉദ്ദേശത്തിനും പ്രവൃത്തിക്കും ഇടയിലുള്ള ഒരു തത്വമാണ് ഉദ്ദേശവും പ്രവൃത്തിയും, അല്ലെ, നമ്മളെ ഇൻറ്റൻഷനും പിന്നെ നമ്മളെ ആക്ഷനും. അപ്പോൾ സാധ്യതയ്ക്കും പ്രകടനത്തിനും ഇടയിലുള്ള പരിമിതമായ ഇടത്തെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. മൈനാകം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സാധ്യതയ്ക്ക്, ദ പോസിബിലിറ്റീസിനും അതുപോലെ തന്നെ പ്രകടനത്തിനും, മാനിഫെസ്റ്റേഷൻസിനും. അപ്പോൾ നമ്മൾ ഒരു ആശയത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ അന്ധകരണങ്ങൾ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ സാധ്യതയിൽ നിന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ സാധ്യതകളിൽ നിന്ന് അതിൻ്റെ അവതരണത്തിലേക്ക് അല്ലെങ്കിൽ ആവിർഭാവത്തിലേക്ക്, അവതാരത്തിലേക്ക്, പ്രകടനത്തിലേക്ക് നയിക്കുന്ന ആ സ്പേസ് ഫില്ല് ചെയ്യുന്ന ചൈതന്യം, അതാണ് യഥാർത്ഥത്തിൽ മൈനാകം അല്ലെങ്കിൽ മൈനാകൻ. അപ്പോൾ പിന്നെ വേറെ ഒരു അവസ്ഥ എന്താണ് അദ്ദേഹത്തിൻ്റെ? വേറെ ഒരു പ്രതീകം എന്താണ് രാമായണത്തിൽ? അത് വിശദമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രതീകം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അത്? പൃഥ്വി തത്വവുമായിട്ട്, പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി തത്വത്തിൻ്റെ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ മൈനാകൻ. പൃഥ്വി തത്വം അനുഗ്രഹിക്കുന്നത് മൈനാകനിലൂടെയാണെന്ന് പറയും. പൃഥ്വി തത്വം അനുഗ്രഹിക്കുന്നത് മൈനാകം എന്ന പ്രതിഭാസത്തിലൂടെ അല്ലെങ്കിൽ ചൈതന്യത്തിലൂടെയാണെന്ന് പറയും. അതെങ്ങനെയാണ്? ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വേദത്തിലെ പ്രപഞ്ചശാസ്ത്രം എടുത്തു നോക്കിയാൽ പർവ്വതങ്ങൾ പൃഥ്വി തത്വത്തിൻ്റെ മൂർത്തിഭാവങ്ങളാണ്. പർവ്വതങ്ങൾ പൃഥ്വി തത്വത്തിൻ്റെ മൂർത്തിഭാവങ്ങളാണ്. അതായത് സ്ഥിരപ്പെടുത്തുക എന്ന ഭൂമിയുടെ സ്വഭാവത്തിൻ്റെ ആ തത്വത്തിൻ്റെ മൂർത്തി, അതിൻ്റെ ഒരു ഐക്കണായിട്ടാണ് വേദ പ്രപഞ്ചശാസ്ത്രത്തിൽ പർവ്വതങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം മൈനാകൻ്റെ ഇവിടെയുള്ള പ്രവൃത്തി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം ഹനുമാൻ ആരാണ്? വായുപുത്രൻ, വായു, അടുത്ത മൂലകമാണ് വായു. അപ്പോൾ ആ വായുവിനെ, ഹനുമാൻ എന്ന വായുവിനെ മൈനാകൻ എന്ന ഭൂമി തത്വം ആ പ്രേരിതമായ കുതിപ്പിന്, ഹനുമാനിലൂടെ പ്രേരിതമായ ആ കുതിപ്പിന് പിന്തുണ നൽകുക എന്നുള്ളത്, വായുവിൻ്റെ കുതിപ്പിന് പൃഥ്വി പിന്തുണ നൽകുക എന്ന മൂലകത്തിൻ്റെ ഐക്യം നമ്മൾക്ക് അവിടെ വേണമെങ്കിൽ കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ കാണാൻ സാധിക്കും. ഇനി മൂന്നാമത് മൈനാകം വേറെ എന്താണ് തത്വം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതെന്ന് ചോദിച്ചാൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു വിശ്രമ ബിന്ദു. ഹനുമാൻ വിശ്രമിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ആ യോഗശാസ്ത്രപരമായ വായുവിൻ്റെ തപസ്സിനെ, അചഞ്ചലമായ അതിൻ്റെ ശ്രദ്ധയെ പ്രതീകവൽക്കരിക്കുന്നതാണ്. അങ്ങനെ മൈനാകം യഥാർത്ഥത്തിൽ ഹനുമാനെ എന്താണ് ചെയ്യുന്നത്? ആ നിശ്ചയദാർഢ്യത്തിലൂടെ, ആ പ്രോസസ്സിൽ അദ്ദേഹത്തിന് വിശ്രമിച്ച് ആ നിശ്ചയദാർഢ്യത്തിന് പോഷണം പകരാൻ, ശക്തി പകരാനുള്ള അവസരം, അതിൻ്റെ എഫോർഡബിലിറ്റി അല്ലെങ്കിൽ അതിനൊരു സിറ്റുവേഷൻ നൽകുകയാണ്, അതിനൊരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊക്കെ ഈ പറയുന്ന പോലെ വളരെ സൂക്ഷ്മമായ തലമാണ്. നമ്മൾ കഥാപാത്രത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും നമ്മൾ ഓർത്തു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ മൈനാകം യഥാർത്ഥത്തിൽ ഒരു സെലക്റ്റീവായ കണ്ണാടി, ഒരു റിഫ്ലക്റ്റീവ് ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആത്മാവ്, ഇപ്പം നിങ്ങൾക്കും എനിക്കും മനസ്സിൽ ഒരു ആഗ്രഹം വന്നു, അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് അറിഞ്ഞു, നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ആ ഇൻട്രസ്റ്റ് നശിക്കും. ഇപ്പം നമ്മൾ ആത്മാവ് താൽക്കാലികമായി ചിലപ്പോൾ അത് പിന്തുടരിൽ നിന്ന് നിർത്തിവെക്കും ആ പ്രോസസ്സിന്. പക്ഷേ സാധക ഹൃദയം യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എപ്പോഴും വിശ്രമമില്ലാതെ പിന്തുടരണം. അതിന് സാധകന് അരുളുന്ന ഭൂമി മൂലകത്തിൻ്റെ, ഭൂമി തത്വത്തിൻ്റെ അല്ലെങ്കിൽ പൃഥ്വി തത്വത്തിൻ്റെ സപ്പോർട്ടീവ് ആയ ചൈതന്യമാണ്, ശക്തിയാണ് യഥാർത്ഥത്തിൽ മൈനാകൻ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും കഥയും കഥാപാത്രത്തിലെ തത്വങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വരുന്ന എപ്പിസോഡുകളിൽ ഇനിയും ഇതേപോലെ ഓരോ കാണ്ഡങ്ങളിലും വന്ന് ആവിർഭവിക്കുന്ന അല്ലെങ്കിൽ അവതരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും തത്വങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ആഴത്തിൽ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പം എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും വളരെയേറെ നന്ദി. അതുപോലെ ഈ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ആശീർവാദവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ
ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ ഈ എപ്പിസോഡിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. പരമാവധി ആളുകൾ ഇതൊക്കെ അറിയട്ടെ. ഇനിയും വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.